അപ്പോൾ മിസ് എന്ന് വന്നിരിക്കുന്നത് നമ്മുടെ MCQs ഡിസ്കസ് ചെയ്യാൻ. ഒരു 15 MCQs അണ്ടർ 15 മിനിറ്റ്സ്, അതാണ് നമ്മുടെ ടാർഗറ്റ്. കാരണം MCQ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ വിചാരിക്കുക ചിലപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നതിൻ്റെയൊക്കെ നോക്കി എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലുമൊക്കെ എഴുതാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാർക്ക്, 1 മാർക്ക് പോലും കിട്ടില്ല എന്നുള്ളതാണ്. 1 മാർക്ക് കംപ്ലീറ്റ്ലി പോകും. അങ്ങനെ ഒരു 8-9 ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, അത്രയും മാർക്ക് നമുക്ക് പോവാണ്. സോ അങ്ങനെ നമുക്ക് വരരുത്. അതുകൊണ്ട് MCQs നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോകണം. അതുകൊണ്ട് തന്നെ മിസ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള കുറച്ചൊരു 15 MCQs നമുക്കൊരു 15 മിനിറ്റ്സ് കൊണ്ട് പഠിക്കാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ്, എ പേഴ്സൺ ടു ഹൂം ദ ബിസിനസ് ഓസ് മണി ഈസ് കോൾഡ്. അപ്പം ഇത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാനുള്ളതാണോ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളതാണോ എന്ന് നോക്കണം. ഇതിൻ്റെ അത് എന്താണ് കൊടുത്തേക്കുന്നത്? പേഴ്സൺ ടു ഹൂം ദ ബിസിനസ് ഓസ് മണി. ബിസിനസ് പൈസ കൊടുക്കാനുള്ള ആൾക്കാർ ആരാണെന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സിമ്പിളാണ്. ആരാണ്? ക്രെഡിറ്റർ എന്നുള്ളതാണ് അല്ലേ. ഡെറ്റർ വരില്ല. ഡെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ളതാണ് മാനേജർ, പാർട്ണർ, പിന്നെ വരില്ല. അത് പിന്നെ നമുക്ക് ഓപ്ഷനേ നോക്കണ്ട. നമുക്കൊരു ഡൗട്ടുള്ള ഡെറ്റർ ആണോ ക്രെഡിറ്റർ ആണോ എന്നുള്ളതാണ് അപ്പോഴേ ആലോചിച്ചോണം ക്രെഡിറ്റർ. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഈ MCQ ക്വസ്റ്റ്യൻ്റെ അടുത്തല്ലേ അബദ്ധം പറ്റുന്ന ക്വസ്റ്റ്യൻ വായിക്കാതെ കയറി ഒരു ഓപ്ഷൻ സെറ്റാക്കും. പക്ഷെ അത് തെറ്റായിരിക്കും. അതുകൊണ്ട് വായിച്ച് നോക്കിയിട്ട് മാത്രമേ MCQ എഴുതുക. നെക്സ്റ്റ് വന്ന് നമുക്ക് നോക്കാം, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഇസ് നോൺ ആസ്. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിന് എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ്. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് കോൾ മൈൻസ്, അതിന് വരുന്ന ഡിപ്ലീഷൻ അല്ലെ, അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നതിനാണ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ. ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ചേഞ്ച് എന്നുള്ളതാണ്. ഓക്കെ. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂ കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തായിരിക്കും വരുന്നത്? അമോർട്ടൈസേഷൻ. ഓക്കെ. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? അമോർട്ടൈസേഷൻ. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? ഡിപ്രീസിയേഷൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് വന്ന് നോക്കാം, കോസ്റ്റ് ഇൻകോർഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റെവന്യൂസ് ആർ കോൾഡ്. അപ്പം റെവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി ബിസിനസ്സിന് വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ ചെലവിനെ എന്ത് പേരാണ് വിളിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളതല്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ്സ് വാങ്ങിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ. പിന്നെ വരുന്നത് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്നുള്ളതേ എന്താണ്? ഓർഡർ കൊണ്ടുവരുന്ന പൈസ എന്നുള്ളതാണ്. അപ്പം അത് ഇത് വരില്ല. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലോങ് എക്കണോമിക് ബെനിഫിറ്റ് അല്ലെങ്കിൽ എക്കണോമിക് ബെനിഫിറ്റ് നമുക്ക് തരുന്നതിനാണ് നമ്മൾ അസറ്റ് എന്ന് പറഞ്ഞത്. അപ്പം ഈ 3 ഓപ്ഷൻസും വരില്ല. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? എക്സ്പെൻസസ് ആണ്. റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി ബിസിനസ്സിന് വരുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഒന്ന് നോക്കാം, ദ ബുക്ക് ഇൻ വിച്ച് ഓൾ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഇസ് നോൺ ആസ്. അക്കൗണ്ട്സ് എന്ന് കേൾക്കുമ്പോഴേ ആലോചിച്ചോണം എന്തായിരിക്കും വരുന്നത്. സെയിൽസ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യാനാണ്. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്. ജേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫസ്റ്റ് എൻട്രി ആണ്, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. അവിടെ അക്കൗണ്ട്സോ കാര്യങ്ങളോ വരുന്നില്ല. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ലെഡ്ജർ ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ആണ്. നെക്സ്റ്റ് നോക്കുന്ന പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ജേർണലിസ്റ്റ് കോൾഡ്. ആ പേരിൽ നിന്ന് നമുക്ക് സംഭവം കിട്ടും. ഈ ജേർണൽ റെക്കോർഡ് ചെയ്യുന്നതിന് ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാം. പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ലെഡ്ജറിൽ വരുന്നതാണ്. ഓക്കെ. ലെഡ്ജറിൽ നമ്മൾ ജേർണലിൽ നിന്ന് എടുത്ത് ലെഡ്ജറിലോട്ട് എഴുതുന്ന പ്രോസസ്സിനെ എന്താണ് വിളിക്കുന്നത്? പോസ്റ്റിംഗ് എന്നാണ്. അപ്പോൾ അത് വരില്ല. ബാലൻസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ 2 സൈഡും കൂടെ കറക്റ്റാക്കി ബാലൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും വരില്ല. പിന്നെ എന്നാൽ ടോട്ടലി കൂട്ടുക എന്നുള്ളതാണ്. അതും വരില്ല. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ജേർണലൈസിങ്. പേരിൽ നിന്ന് തന്നെ കിട്ടും. ബട്ട് സ്റ്റിൽ കൺഫ്യൂഷൻ ആവരുത്. ജേർണലിൽ നിന്ന് ലെഡ്ജറിലോട്ട് മാറ്റുന്നതിന് നമ്മൾ എന്താണ് വിളിക്കുന്നത്? പോസ്റ്റിംഗ് ആണ്. ഇവിടെ പക്ഷെ അതല്ല ചോദിച്ചിരിക്കുന്ന. ജേർണലിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന എന്താണ് വിളിക്കുന്നത്? പേരിൽ തന്നെ ഉണ്ട്, ജേർണലൈസിംഗ് എന്നുള്ളതാണ്. അടുത്ത ചോദിച്ചിട്ടുള്ള ഫർണിച്ചർ മെർച്ചന്റ് യൂസ്ഡ് 2 chairs for his office use which was credited in. ഇത് പ്രീവിയസ് ഒരു ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. പർച്ചേസ് അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, ഓഫീസ് ഫർണിച്ചർ അക്കൗണ്ട്, ഡ്രോയിങ്സ് അക്കൗണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. എന്താണ് കൊടുത്തേക്കുന്നത്? ഫർണിച്ചർ മെർച്ചന്റ് 2 ചെയർസ് ഓഫീസ് യൂസിന് വേണ്ടി വാങ്ങിച്ചു. അപ്പം ഫർണിച്ചർ മെർച്ചന്റ് എന്ന് പറയുമ്പോൾ ഫർണിച്ചർ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ. അപ്പോൾ അത് ഓഫീസ് യൂസ് എന്നുള്ള രീതിയിലല്ല വരേണ്ടത്. അത് നമുക്ക് നമ്മുടെ പർച്ചേസ് ആൻഡ് സെയിൽസിന് വേണ്ടി എടുക്കുന്നതാണ് ആ സാധനങ്ങൾ. പക്ഷേ അവിടെ അത് വിൽക്കുന്നതിന് പകരം സ്വന്തം ഓഫീസ് യൂസിന് വേണ്ടി അത് എടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് അക്കൗണ്ടിലോട്ടാണ് വരുന്നത്. അപ്പോൾ ആ സാധനം എടുത്ത് നമ്മൾ ഓഫീസ് യൂസ് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ പർച്ചേസിലുള്ള ഗുഡ്സ് കുറയുവാണല്ലേ. പർച്ചേസിന് എന്ത് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനം കുറയുമ്പോൾ നമ്മൾ ഇനി ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന വിച്ച് വാസ് ക്രെഡിറ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ ഏത് അക്കൗണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്? നമ്മുടെ
പർച്ചേസ് അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോണം, മാറിപ്പോകരുത്. ഫേർണിച്ചർ മെർച്ചന്റ് യൂസ് 2 chairs ഫോർ ഓഫീസ് യൂസ് വിച്ച് വാസ് ക്രെഡിറ്റഡ് എന്നാണ് ചോദിച്ചത്. സ്പെസിഫിക്കലി എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? പർച്ചേസ് അക്കൗണ്ട് ആണ്. ഓക്കെ, ഗുഡ്സ് വിത്ഡ്രോൺ ബൈ ദി പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ് ആർ ഡെബിറ്റഡ് ടു. ഇത് നമുക്ക് ലോൺ അറിയാവുന്ന കാര്യമാണല്ലേ. നമ്മൾ ഓഫീസ് യൂസിനാണ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് കൂടുന്നു, ക്യാഷ് ഇൻ ബാങ്ക് കുറയുന്നു എന്നുള്ള രീതിയിൽ നിന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഇതല്ല ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഓഫീസ് യൂസിന് വേണ്ടി അല്ല, പേഴ്സണൽ യൂസിന് വേണ്ടി നമ്മൾ എന്തോ വിഡ്രോ ചെയ്ത്, അതും ഗുഡ്സ് ആണ് നമ്മൾ വിഡ്രോ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഡ്രോയിങ്സ് അക്കൗണ്ടിലായിരിക്കും നമ്മൾ എഴുതുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. പർച്ചേസ് മെഷീനറി ഫ്രം രാജേഷ് ഓൺ ക്രെഡിറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ. നമ്മൾ രാജേഷിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് കടത്തിന് വാങ്ങിച്ചപ്പോൾ ഏതിലാണ് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പർച്ചേസ് ബുക്ക് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ക്രെഡിറ്റ് പർച്ചേസസ് റെക്കോർഡ് ചെയ്യാൻ, പർച്ചേസ് ഓഫ് ഗുഡ്സ്, ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്ത ഗുഡ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്. പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കടത്തിന് വാങ്ങിച്ച സാധനങ്ങൾ റിട്ടേൺ അടിക്കുന്നതാണ്, അതിവിടെ വരുന്നില്ല. അടുത്ത് നോക്കാം. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷിന് നമ്മൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ ക്യാഷിനല്ല വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ വാങ്ങിക്കുകയും ചെയ്തേക്കുന്നത്. പിന്നെ ലാസ്റ്റ് എന്താണ് വരുന്നത്? ജേർണൽ പ്രോപ്പർ. ഇതിലൊന്നും പെടാതെ വരുന്നതാണ് എന്താണ്? ജേർണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, മെഷീനറി നമ്മൾ കടത്തിന് വാങ്ങിച്ചു. ഓക്കെ, അടുത്ത് നോക്കാം. ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ഡാഷ് ഓഫ് ബാങ്ക്. ശ്രദ്ധിച്ചോണം, ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ബാങ്കുകാരാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞ് എഴുതി വെക്കരുത്. ആരായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? ഡിപ്പോസിറ്റർ ആണ്. ഓക്കെ, അല്ലെ അക്കൗണ്ട് ഹോൾഡർ, എങ്ങനെ വേണമെങ്കിലും വന്നാലും നമ്മൾ പോയി ഒരു അക്കൗണ്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ അക്കൗണ്ട് ഹോൾഡർ എന്നായിരിക്കും, ഡിപ്പോസിറ്റർ എന്നായിരിക്കും, എന്ത് പേര് വിളിച്ചാലും. പക്ഷെ ബാങ്കുകാരല്ല ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, അക്കൗണ്ടന്റ് അല്ല പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കാഷ്യർ അല്ല പ്രിപ്പയർ ചെയ്യുന്നത്. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അക്കൗണ്ട് ഹോൾഡർ അല്ലെങ്കിൽ ഡിപ്പോസിറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രയൽ ബാലൻസ് ഇസ് പ്രിപ്പയർഡ് ടു. ഓക്കെ, ഇവിടെ കൊടുത്തേക്കുന്നത് ട്രയൽ ബാലൻസിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. അസർട്ടൻ അർത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ലെജർ അക്കൗണ്ട്സ്. യെസ്, അതിന് വേണ്ടിയാണ് ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ലൊക്കേറ്റിംഗ് എറേഴ്സ്, നമ്മൾ ട്രയൽ ബാലൻസ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പം തന്നെ നമുക്കറിയാം എന്തായിരിക്കും വരുന്നത്? ലൊക്കേറ്റിംഗ് എറേഴ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. യെസ്, ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്? ട്രയൽ ബാലൻസ് നോക്കിയിട്ടാണ്. അപ്പോൾ ഇത് മൂന്നും വരുന്നുണ്ട് എന്താണ്? ട്രയൽ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും വരുന്നത്? ഓൾ ഓഫ് ദി അബവ്. ഓക്കെ, ഇത് മൂന്നും എന്താണ്? ട്രയൽ ബാലൻസിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം അമോർട്ടൈസേഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ദി ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ്. ഓക്കെ, ആലോചിച്ച് വേണം. അമോർട്ടൈസേഷൻ നമ്മൾ നേരത്തെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, കൺഫ്യൂഷൻ ആവരുത്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? ഇൻടാഞ്ചിബിൾ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ഡാഷ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സാമ്പിൾ എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്ന എക്സ്പെൻസ് എല്ലാം എന്തായിരിക്കും? ഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. സാലറി ഏതിലാണ് എടുക്കുന്നത്? P&L വരൂല്ല. റെന്റ് ഏതിലാണ് എടുക്കുന്നത്? നമ്മൾ P&L എടുക്കുന്നത്. ഓക്കെ, അടുത്ത ഏതാണ് വരുന്നത്? ഓഫീസ് എക്സ്പെൻസ് നമ്മൾ P&L എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ ഏതായിരിക്കും വരുന്നത്? അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതായിരിക്കും എടുക്കുന്നത്? വേജസ് ആണ്. സോ കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞാൽ വേജസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഗിവൺ ഇൻസൈഡ് ദ ട്രയൽ ബാലൻസ്. ഇത് കുറേ വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം റിപ്പീറ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിന്റെ അകത്താണ് കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് കാണിക്കുന്നതെന്നില്ല. കൺഫ്യൂഷൻ ആവരുത്. നോർമലി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുക്കുന്നത്. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലും എടുക്കും, ബാലൻസ് ഷീറ്റിലും എടുക്കും. പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ അല്ലാതെ ട്രയൽ ബാലൻസിന്റെ അകത്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ബാലൻസ് ഷീറ്റിൽ മാത്രമേ എടുക്കത്തുള്ളൂ. കൺഫ്യൂഷൻ ആവരുത്. P&L നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല, കാരണം നമ്മൾ P&L എടുക്കുന്നില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ വന്ന മിക്ക ആൾക്കാരും ബോത്ത് A and B എന്നുള്ളതായിരിക്കും കൊടുക്കുന്നത്. അല്ല, അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കൊടുത്തേക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ട്രേഡിംഗിലും എടുക്കും, ബാലൻസ് ഷീറ്റിലും എടുക്കും. പക്ഷേ ട്രയൽ ബാലൻസിന്റെ അകത്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ടാക്സസ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് വർ അബോളിഷ്ഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ്. സിമ്പിൾ ആണ്. ഇപ്പം കുറച്ച് നാളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടോപ്പിക്കാണ്. പക്ഷെ നിങ്ങൾക്ക് അതിപ്പോൾ റെലവെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? നിങ്ങൾക്കറിയാം, GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അർച്ചന ഇസ് റെക്കോർഡ്. ഇത് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കടത്തിന് സാധനങ്ങൾ വിറ്റു ഒരാൾക്ക്, അല്ലെങ്കിൽ അർച്ചനയ്ക്കാണ് വിറ്റേക്കുന്നത്. അപ്പോൾ അത് ഏത് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ വരില്ല. കാരണം എന്താണ്? ക്യാഷ് ബുക്കിൽ നമ്മൾ ക്യാഷും ബാങ്കുമായിട്ട് റിലേറ്റഡ് ഉള്ളത് മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. പർച്ചേസ് ബുക്കിൽ വരുന്നതാണ്, പർച്ചേസ് ബുക്കിൽ ക്രെഡിറ്റ് പർച്ചേസസ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് അല്ല പറഞ്ഞേക്കുന്നത്, ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പോൾ അവിടെ വരില്ല. ജേർണൽ പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പെടാത്തതായിട്ടുള്ള കാര്യങ്ങൾ
നിങ്ങൾ റെക്കോർഡ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്? സെയിൽസ് ബുക്ക്. ഓക്കെ, അപ്പം നിങ്ങൾ വേറെ എല്ലാം പഠിച്ചാലും ഈ പറഞ്ഞൊരു 15 ക്വസ്റ്റ്യൻസ് മറക്കാതെ പഠിച്ചിട്ട് പോവുക. കാരണം റിപ്പീറ്റ് കുറേ വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കൺഫ്യൂഷൻ ആവരുത്. ആൻഡ് ഇതിൻ്റെ എന്തിനെങ്കിലും എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വേണം, അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്നോ കാര്യങ്ങളോ എക്സ്ട്രാ ആയിട്ട് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്, നമ്മളത് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.